ചില മഴകൾക്ക് ഓർമ്മയുടെ ഗന്ധമാണ്. ലക്ഷ്മി അമ്മയ്ക്ക് അത് ഗോപാലേട്ടൻ മരിച്ച ദിവസം പെയ്ത മഴയുടെ ഗന്ധമാണ്. മുറ്റത്തെ മുല്ലപ്പൂവിന്റെയും കർപ്പൂരത്തിന്റെയും ഗന്ധം അന്ന് ആ മഴയിൽ അലിഞ്ഞു ചേർന്നിരുന്നു. 30-ാം വയസ്സിൽ താലിയറ്റപ്പോൾ നെഞ്ചിൽ ചേർത്തു പിടിക്കാനുണ്ടായിരുന്നത് 6 വയസ്സുകാരനായ ഹരി മാത്രം. അമ്മേ, അച്ഛനെന്തിനാ നമ്മളെ വിട്ടുപോയേ? ചോദ്യത്തിന് ഉത്തരമില്ലാതെ ലക്ഷ്മി അവനെ മാറോട് ചേർത്തമർത്തി. അന്ന് തുടങ്ങിയതാണ് ഈ ജീവിതം. ഒറ്റയ്ക്കൊരു മകനെ വളർത്താനുള്ള ഓട്ടം. ഹരിയുടെ ബാല്യം ഇല്ലായ്മകളുടേതായിരുന്നു. പക്ഷെ ലക്ഷ്മി അതൊരില്ലായ്മയായി അവനെ അറിയിച്ചില്ല. വീടുകളിൽ തയ്യൽ വേല ചെയ്തും പലഹാരങ്ങൾ ഉണ്ടാക്കി വിറ്റും അവർ ആ ചെറിയ കുടുംബം പോറ്റി. സ്വന്തം പട്ടുസാരി വിറ്റ് ഹരിക്ക് സൈക്കിൾ വാങ്ങിക്കൊടുത്ത ദിവസം ലക്ഷ്മി പട്ടിണി കിടന്നു. പക്ഷെ മകന്റെ സന്തോഷക്കണ്ണീരിൽ അവരുടെ വയറ് നിറഞ്ഞു. 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് ഫീസടയ്ക്കാൻ പണമില്ലാതെ വന്ന ഒരു രാത്രിയുണ്ട്. ഹരി ഉറങ്ങിയെന്ന് കരുതി ലക്ഷ്മി അടുക്കളയിൽ പോയിരുന്ന് ശബ്ദമില്ലാതെ കരഞ്ഞു. മകൻ കാണാതെ ഒളിപ്പിച്ചുവെച്ച ആദ്യത്തെ കരച്ചിലായിരുന്നു അത്. പിറ്റേന്ന് രാവിലെ കഴുത്തിൽ കിടന്ന നേരിയ സ്വർണമാല പണയം വയ്ക്കാൻ കൊണ്ടുപോകുമ്പോൾ പിന്നിൽ നിന്നൊരു വിളി. അമ്മേ, ഞാനും വരുന്നു. ഹരിയായിരുന്നു. അവന്റെ കണ്ണിൽ അപ്പോൾ കണ്ട തിളക്കം ലക്ഷ്മിക്ക് ഇന്നും ഓർമ്മയുണ്ട്. അമ്മ വിഷമിക്കണ്ട, ഈ മാല ഇതിന്റെ 10 ഇരട്ടി ഞാൻ അമ്മയ്ക്ക് വാങ്ങിത്തരും. അമ്മയെ ഞാൻ രാജകുമാരിയെപ്പോലെ നോക്കും. ആ വാക്കുകളായിരുന്നു പിന്നീടങ്ങോട്ട് ലക്ഷ്മിയുടെ ശക്തി. മകന്റെ പുസ്തകമണമുള്ള ഷർട്ടുകൾ കഴുകുമ്പോഴും അവനുവേണ്ടി പാതിരാത്രി കാത്തിരിക്കുമ്പോഴും ആ വാക്കുകൾ അവർ മനസ്സിൽ ഉരുവിട്ടു. കാലം പാഞ്ഞു. ഹരി എഞ്ചിനീയറിംഗ് പാസ്സായി നല്ലൊരു കമ്പനിയിൽ ജോലിയും കിട്ടി. ഭർത്താവിന്റെ മങ്ങിയ ഫോട്ടോയ്ക്ക് മുന്നിൽ നിന്ന് ലക്ഷ്മി പറഞ്ഞു, ഗോപാലേട്ടാ, നമ്മുടെ മോൻ ജയിച്ചു. ഞാൻ അവനെ വളർത്തി. ടെക്നോ പാർക്കിലെ ഗ്ലാസ് ബിൽഡിങ്ങിന്റെ 12ാം നിലയിൽ ഹരിനാരായണൻ IT മാനേജർ എന്നെഴുതിയ ക്യാബിനിലിരിക്കുമ്പോൾ ഹരി പഴയ കാര്യങ്ങൾ ഓർക്കാറില്ല. ഓർക്കാൻ അവന് സമയമുണ്ടായിരുന്നില്ല. മീറ്റിംഗുകൾ, ഡെഡ്ലൈനുകൾ, പ്രോജക്റ്റുകൾ. അതിനിടയിലേക്കാണ് സീമ വന്നത്. കോർപ്പറേറ്റ് ലോകത്തിന്റെ അതേ വേഗതയും പ്രായോഗികതയുമുള്ള പെൺകുട്ടി. ഒരു കോഫി ഷോപ്പിൽ വെച്ച് തുടങ്ങിയ പരിചയം പ്രണയമായി. സീമയുടെ ചിന്തകൾ വ്യക്തമായിരുന്നു. എനിക്ക് അനാവശ്യമായ സെന്റിമെന്റ്സ് ഇഷ്ടമല്ല ഹരി. ലൈഫ് പ്രാക്ടിക്കലാകണം. നമുക്ക് ഒരുമിച്ച് വളരണം. ഹരിക്കതിഷ്ടപ്പെട്ടു. അമ്മയുടെ സ്നേഹത്തിന്റെ തണലിൽ മാത്രം വളർന്ന അവന് സീമയുടെ നിശ്ചയദാർഢ്യം ഒരു പുതിയ ആകർഷണമായി തോന്നി. വിവാഹം പെട്ടെന്നായിരുന്നു, ആധുനിക രീതിയിൽ, ആഡംബരങ്ങളില്ലാതെ. ലക്ഷ്മി അമ്മയുടെ മനസ്സിൽ സന്തോഷവും ഒപ്പം ഒരു ചെറിയ ഭയവും ഒരുമിച്ച് തലപൊക്കി. മകന്റെ ജീവിതത്തിലേക്ക് പുതിയൊരു തണൽമരം വരികയാണ്. തന്റെ വേരുകൾക്കിനി അവിടെ സ്ഥാനം കുറയുമോ? എന്റെ എല്ലാം അമ്മയാണ്. അമ്മയില്ലാതെ എനിക്കെന്താ ആഘോഷം? ഹരി അമ്മയെ ചേർത്തുപിടിച്ചു. പക്ഷെ ആ വാക്കുകളിലെ പഴയ മുറുക്കം കുറഞ്ഞോ എന്ന് ലക്ഷ്മി സംശയിച്ചു. വിവാഹശേഷം സീമ ആദ്യമായി വീട്ടിൽ വന്നപ്പോൾ അവൾ ലക്ഷ്മിയെ ആന്റി എന്നാണ് വിളിച്ചത്. അമ്മയെന്ന് വിളിക്കാൻ ഹരി സ്നേഹത്തോടെ പറഞ്ഞപ്പോൾ അവൾ ചിരിച്ചുകൊണ്ട് വിഷയം മാറ്റി. ഓഹ്, അതൊക്കെ പതുക്കെ ശീലമാകും ഹരി. അമ്മയ്ക്കത് ശീലമായില്ല. എങ്കിലും അവർ ചിരിച്ചു. അവൾ നല്ല കുട്ടിയാണ്. ഹരിയുടെ സന്തോഷം, അതാണ് എനിക്ക് വലുത്. ഹാർമനി ഹൈറ്റ്സ് എന്ന ഫ്ളാറ്റ് സമുച്ചയം നഗരത്തിന്റെ തിരക്കുകൾക്ക് മുകളിൽ തലയുയർത്തി നിന്നു. 14ാം നിലയിലെ 14B എന്ന അപ്പാർട്ട്മെന്റിലേക്ക് അവർ താമസം മാറി. അതൊരു പുതിയ ലോകമായിരുന്നു. വിശാലമായ ബാൽക്കണി, മോഡുലാർ കിച്ചൺ, എന്തിനുമേതിനും ബട്ടണുകൾ. ലക്ഷ്മി അമ്മയ്ക്ക് അവിടം അപരിചിതമായി തോന്നി. അടുക്കളയിലെ ഇൻഡക്ഷൻ സ്റ്റൗവിൽ ദോശ ചുടാൻ നോക്കി അവർ പരാജയപ്പെട്ടു. അയ്യോ, അമ്മയ്ക്കിത് ശീലമുണ്ടാവില്ല. ഞാൻ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്യാം. സീമയുടെ ശബ്ദത്തിൽ സഹതാപത്തേക്കാൾ അക്ഷമയായിരുന്നു. ഹരി അമ്മയ്ക്ക് പുതിയ വസ്ത്രങ്ങൾ വാങ്ങി നൽകി. അമ്മ ഇനി ചുരിദാറൊക്കെ ഇട്ട് മോഡേണായിട്ടിരിക്കെ, പഴയ സാരിയൊക്കെ മടക്കി വയ്ക്ക്. ലക്ഷ്മി ആ പുതിയ വസ്ത്രങ്ങൾ അണിഞ്ഞു. കണ്ണാടിയിൽ നോക്കിയപ്പോൾ അവർക്ക് സ്വയം തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. എങ്കിലും മകന്റെ സന്തോഷത്തിനു വേണ്ടി അവർ ആ വേഷം കെട്ടി. അസ്വസ്ഥതയുടെ ആദ്യത്തെ കാറ്റ് വീശിയതൊരു പുലർച്ചെയാണ്. ലക്ഷ്മി അമ്മ എന്നും അതിരാവിലെ എഴുന്നേൽക്കും. കുളിച്ച് തുളസിത്തറയിൽ ഒരു ചെറിയ മണിനാടത്തോടെ പ്രാർത്ഥിക്കും. അത് പതിറ്റാണ്ടുകളായുള്ള ശീലമാണ്. അന്ന് ആ മണിയുടെ ആദ്യത്തെ കിലുക്കം കേട്ടതും ബെഡ്റൂമിന്റെ വാതിൽ തുറന്ന് സീമ പുറത്തേക്ക് വന്നു. അവളുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നിരുന്നു. ഹരി, എന്താ ഇത്? രാവിലെ 5 മണിക്ക് ഈ ബഹളം? എനിക്കുറങ്ങണം. ഇവിടെയൊന്നും ഇത് നടക്കില്ല. ഹരി അങ്കലാപ്പിലായി. അവൻ അമ്മയുടെ അടുത്തേക്ക് ചെന്നു. അമ്മേ, പ്ലീസ്, ശബ്ദം കുറച്ച്. ഇത് ഫ്ലാറ്റാണ്. എല്ലാവർക്കും ഡിസ്റ്റർബൻസ് ആകും. പ്രാർത്ഥനയൊക്കെ മനസ്സിൽ മതി അമ്മേ.
ലക്ഷ്മി അമ്മയുടെ കൈകൾ താണു. ആ ചെറിയ ഓട്ടുമണി നിശബ്ദമായി. തന്റെ ശീലങ്ങൾ, തന്റെ സന്തോഷങ്ങൾ എല്ലാം ഇവിടെ അന്യമാകുകയാണോ എന്നവർ ആദ്യമായി ഭയന്നു. മുറിയിലേക്ക് തിരികെ നടക്കുമ്പോൾ ചുമരിൽ തൂക്കിയ പുതിയ പെയിന്റിങ്ങിലേക്ക് അവരുടെ കണ്ണുകൾ പാളി. പരസ്പരം കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന രണ്ട് അപരിചിതരുടെ ചിത്രം. അതിന് താഴെ ഭംഗിയുള്ള അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു, ഹാർമണി. ലക്ഷ്മിയമ്മ മെല്ലെ നെടുവീർപ്പിട്ടു. പ്രാർത്ഥനയുടെ മണിനാദം നിലച്ചെങ്കിലും ലക്ഷ്മിയമ്മയുടെ സാന്നിധ്യം സീമയെ അലോസരപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. അത് ചെറിയ കാര്യങ്ങളിലായിരുന്നു പ്രകടമായത്. അമ്മേ, ആ ടിവിയുടെ റിമോട്ട് അങ്ങനെ വെക്കരുത്, അതിന്റെ ബട്ടൺ പോകും. അമ്മ എന്തിനാണ് അടുക്കളയിൽ വരുന്നത്? എല്ലാം ഞാൻ ചെയ്തോളാം. ഹരി, അമ്മയോട് പറ, ഹാളിലെ സോഫയിൽ വന്നിരുന്ന എന്മയിട്ട മുടി ചെയ്യരുത്, അതിന്റെ ലെതർ ചീത്തയാവും. ഓരോ വാക്കുകളും ലക്ഷ്മി അമ്മയുടെ നെഞ്ചിലാണ് തറച്ചത്. അവർ സ്വന്തം മുറിയിലേക്ക് ഒതുങ്ങി. ഹരി വൈകുന്നേരം ഓഫീസിൽ നിന്ന് വരുമ്പോൾ മാത്രം അവർ ആ മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി അവനോട് ചിരിച്ച് സംസാരിച്ചു. സുഖമാണോ അമ്മേ? അവൻ ധൃതിയിൽ ചോദിക്കും. സുഖം മോനെ. അവർ ചിരിക്കും. പക്ഷെ ആ ചിരിക്ക് പഴയ തിളക്കമില്ലെന്ന് ഹരി അറിഞ്ഞില്ല, അല്ലെങ്കിൽ അറിയാൻ ശ്രമിച്ചില്ല. സീമ ഗർഭിണിയാണെന്ന വാർത്തയാണ് അടുത്ത സന്തോഷമായി എത്തിയത്. ഹരിയും ലക്ഷ്മി അമ്മയും ഒരുപോലെ സന്തോഷിച്ചു. ലക്ഷ്മി അമ്മയുടെ ലോകം വീണ്ടും വികസിക്കുന്നതായി അവർക്ക് തോന്നി. എന്റെ ഉണ്ണിയെ നോക്കാൻ ഞാൻ വേണം, അവർ മനസ്സിൽ പറഞ്ഞു. പക്ഷേ സീമയുടെ ചിന്തകൾ വേറെയായിരുന്നു. ഗർഭത്തിന്റെ തുടക്കത്തിലെ ക്ഷീണങ്ങൾ അവളെ കൂടുതൽ അക്ഷമയാക്കി. ഹരി, എനിക്ക് വയ്യ. രാവിലെ അമ്മയുണ്ടാക്കുന്ന കാപ്പിയുടെ മണം എനിക്ക് പിടിക്കുന്നില്ല. എന്നോട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് നല്ലോണം റെസ്റ്റ് എടുക്കാൻ. ഇവിടെ ഇങ്ങനൊരാളുണ്ടപ്പോൾ എനിക്കൊരു പ്രൈവസിയും കിട്ടുന്നില്ല. അമ്മ പാവമല്ലേ സീമേ? ഹരി തുടങ്ങിയതും അവൾ തടഞ്ഞു. ആ പാവം കൊണ്ടാണ് എനിക്ക് ബുദ്ധിമുട്ട്. ഈ 2 ബെഡ്റൂം ഫ്ലാറ്റിൽ നമ്മൾ 3 പേരും, ഇനിയൊരു കുഞ്ഞും കൂടി. അത് നടക്കില്ല ഹരി, ഇറ്റ്സ് നോട്ട് പ്രാക്ടിക്കൽ. സൗകര്യങ്ങൾ കുറവുകൾ എന്ന വാക്ക് സീമ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. ലക്ഷ്മി അമ്മ എന്ന സ്നേഹം സീമയുടെ കണ്ണിൽ ഒരു സൗകര്യം കുറവ് മാത്രമായി മാറുകയായിരുന്നു. അതൊരു ഞായറാഴ്ചയായിരുന്നു. ഹരി ബാൽക്കണിയിൽ ഇരുന്ന് ലാപ്ടോപ്പിൽ എന്തോ നോക്കുകയായിരുന്നു. ലക്ഷ്മിയമ്മ അടുക്കളയിൽ അവർക്ക് മാത്രം അറിയാവുന്ന ഒരു കോണിൽ ഒതുങ്ങി പത്രം വായിക്കുകയായിരുന്നു. സീമ ഹരിയുടെ അരികിൽ വന്നു നിന്നു. അവളുടെ മുഖം ഗൗരവത്തിലായിരുന്നു. ഹരി, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. അവൻ ലാപ്ടോപ്പ് മടക്കി വെച്ചു. എന്താ സീമേ? നമ്മുടെ ഫ്ലാറ്റ് ലോണിന്റെ കാര്യം എന്തായി? പലിശ കൂടിയിട്ടുണ്ടല്ലേ? പിന്നെ കാറിന്റെ EMI, ഇനി കുഞ്ഞു വരുമ്പോൾ ഹോസ്പിറ്റൽ ബിൽ, നമുക്ക് ചെലവ് താങ്ങാൻ പറ്റില്ല. ഹരിക്കൊന്നും മനസ്സിലായില്ല. അതിപ്പോ എന്താ? സീമ ആഴത്തിൽ ശ്വാസം വലിച്ചുവിട്ടു. ഞാനൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്റെ ഒരു ഫ്രണ്ടിന്റെ അച്ഛൻ അവിടെയാണ്. കരുണാസദനം. വളരെ നല്ലൊരിടമാണ്. AC റൂംസ്, ഡോക്ടർമാരുടെ സേവനം, നല്ല ഭക്ഷണം എല്ലാമുണ്ട്. ഹരിയുടെ നെഞ്ചിലൊരു കൊളിയാൻ മിന്നി. നീ എന്താ പറഞ്ഞു വരുന്നത്? അമ്മയെ നമുക്ക് അങ്ങോട്ട് മാറ്റാം. സീമയുടെ ശബ്ദത്തിനൊരു പതർച്ചയും ഉണ്ടായിരുന്നില്ല. സീമേ! ഹരി അറിയാതെ എഴുന്നേറ്റുപോയി. നീ എന്താ പറഞ്ഞത്? എന്റെ അമ്മയെ? അത് എന്റെ അമ്മയെ, അല്ലെങ്കിൽ എന്റെ അമ്മയെ. ആരുടെ അമ്മയായാലും ഇതാണ് പ്രാക്ടിക്കൽ. ഹരി, ഞാൻ ഗർഭിണിയാണ്. എനിക്ക് സ്ട്രെസ് താങ്ങാൻ വയ്യ. ഇവിടെ അമ്മയുള്ള ഓരോ ദിവസവും എനിക്ക് ടെൻഷനാണ്. നാളെ കുഞ്ഞു വന്നിട്ട് ഈ ചെറിയ സ്ഥലത്ത് ഒന്ന് ചിന്തിച്ചു നോക്ക്. ഹരിയുടെ തൊണ്ട വരണ്ടു. അവന്റെ മനസ്സിലേക്ക് 10ാം ക്ലാസ്സിലെ ആ പ്രഭാതം ഓടിയെത്തി. അമ്മയെ ഞാൻ രാജകുമാരിയെപ്പോലെ നോക്കുമെന്ന് പറഞ്ഞ 16 വയസ്സുകാരനെ അവൻ ഓർത്തു. പറ്റില്ല സീമേ, അത് നടക്കില്ല. എന്റെ അമ്മയെ എനിക്ക് പറ്റില്ല. അവന്റെ ശബ്ദം ദുർബലമായിരുന്നു. സീമ അത് പ്രതീക്ഷിച്ചിരുന്നു. അവൾ അവന്റെ കൈകളിൽ പിടിച്ചു. ഹരി, ഞാൻ പറയുന്നത് കേൾക്ക്. ഇത് അമ്മയ്ക്ക് വേണ്ടിയാണ്. അവിടെ അമ്മയ്ക്ക് അമ്മയുടെ പ്രായമുള്ളവരെ കിട്ടും. സംസാരിച്ചിരിക്കാം. ഇവിടെ അമ്മ ഒറ്റയ്ക്കല്ലേ? നമ്മൾ രാവിലെ പോയാൽ വൈകിട്ടല്ലേ വരുന്നത്. അവിടെ അമ്മ സേഫായിരിക്കും. നമുക്ക് എല്ലാ ശനിയാഴ്ചയും പോയി കാണാമല്ലോ. അവൾ ജോലിയെക്കുറിച്ചും ഭാവിയെക്കുറിച്ചും വാചാലമായി. ഈ സമയത്ത് നമ്മൾ കരിയറിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ ലോണൊക്കെ എങ്ങനെ അടയ്ക്കും? അമ്മയുടെ കാര്യം ഓർത്ത് നീ ടെൻഷൻ അടിച്ചാൽ നിന്റെ ജോലി പോകും ഹരി. പ്ലീസ്, നമുക്ക് വേണ്ടിയല്ല, നമ്മുടെ കുഞ്ഞിനു വേണ്ടി. കുഞ്ഞ്. ആ വാക്കിൽ ഹരിയുടെ എല്ലാ പ്രതിരോധവും അലിഞ്ഞുപോയി. അവന്റെ തല താണു. അടുക്കളയുടെ വാതിൽ പാതി തുറന്ന് എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു ലക്ഷ്മിയമ്മ. അവരുടെ നെഞ്ചിൽ ഒരു കരച്ചിൽ വന്ന് തടഞ്ഞു. പക്ഷെ അത് പുറത്തേക്ക് വന്നില്ല. അത് ഉള്ളിൽ തന്നെ ഒളിച്ചുവെച്ചു. ആ ഞായറാഴ്ചയ്ക്ക് ശേഷം ഹാർമണി ഹൈറ്റ്സിലെ അന്തരീക്ഷം ഭാരമേറിയതായി. ആരും അധികം സംസാരിച്ചില്ല. ഹരി അമ്മയുടെ മുഖം നോക്കാതെയായി. സീമയാകട്ടെ കരുണാസദനത്തെക്കുറിച്ച് ഫോണിൽ വിളിച്ച് അന്വേഷിക്കുന്ന തിരക്കിലായിരുന്നു. അന്ന് രാത്രി ഹരി അമ്മയുടെ മുറിയിൽ ചെന്നു. ലക്ഷ്മിയമ്മ ഭഗവത്ഗീത വായിക്കുകയായിരുന്നു. അമ്മേ, അവൻ വിളിച്ചു. അവർ പുസ്തകം മടക്കിവെച്ച് അവനെ നോക്കി. ആ നോട്ടം താങ്ങാനാവാതെ ഹരി കണ്ണുകൾ താഴ്ത്തി. മോനൊന്നും പറയണ്ട, ഞാൻ എല്ലാം കേട്ടു. ലക്ഷ്മി അമ്മയുടെ ശബ്ദം ശാന്തമായിരുന്നു. പക്ഷെ ആ ശാന്തതയ്ക്കൊരു കൊടുങ്കാറ്റിന്റെ ആഴമുണ്ടായിരുന്നു. അമ്മേ, അത് സീമയ്ക്കിപ്പോൾ പിന്നെ കുഞ്ഞ്. ഹരിയുടെ വാക്കുകൾ മുറിഞ്ഞു. ലക്ഷ്മി അമ്മ ചിരിക്കാൻ ശ്രമിച്ചു. സാരമില്ല മോനെ, നീ വിഷമിക്കണ്ട.
എനിക്ക് മനസ്സിലാകും. നിങ്ങളുടെ സൗകര്യമല്ലേ വലുത്. ഞാൻ ഞാൻ എവിടെയായാലും ഒരുപോലെ തന്നെ. ഹരിയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൻ അമ്മയുടെ കാൽക്കലിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് സ്കൂളിൽ നിന്ന് വീണ് മുറിവായപ്പോൾ ഓടിവന്ന് കരഞ്ഞത് അതേ ലാഘവത്തിൽ. പക്ഷെ ഇന്നത്തെ ഈ മുറിവ് അതിനേക്കാൾ ആഴമുള്ളതാണെന്ന് അവനോ അറിഞ്ഞില്ല. അമ്മയ്ക്കവിടെ സുഖമായിരിക്കും. ഞാൻ എല്ലാ ആഴ്ചയും വരാം അമ്മേ, സത്യം. അവനൊരു കുട്ടിയെപ്പോലെ വാക്കുകൊടുത്തു. ശരി മോനെ, അമ്മയ്ക്ക് ഉറങ്ങുവരുന്നു. അവനെ എഴുന്നേൽപ്പിച്ചു. ഹരി പോയതിനു ശേഷം ലക്ഷ്മി അമ്മ ആ മുറിയുടെ വാതിലടച്ചു. ഭർത്താവിന്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ നിന്നു. കണ്ണുനീർ ഒളിച്ചിറങ്ങി ആ ഫോട്ടോയിലേക്ക് വീണു. ഗോപാലേട്ടാ, ഞാൻ തോറ്റുപോയി. പോകാനുള്ള ദിവസം തീരുമാനിക്കപ്പെട്ടു. അടുത്ത ബുധനാഴ്ച. ഞാൻ വന്ന് പിക്കപ്പ് ചെയ്തോണം. നിങ്ങൾ അഡ്വാൻസ് അടച്ചാൽ മതി. കരുണാസദനത്തിലെ മാനേജർ സീമയോട് ഫോണിൽ വിളിച്ചു പറഞ്ഞു. വേണ്ട, ഞങ്ങൾ തന്നെ കൊണ്ടാക്കാം. അതാണ് അതിന്റെ ഒരു മര്യാദ. സീമ ഫോൺ കട്ട് ചെയ്ത് ഹരി. ലക്ഷ്മിയമ്മ തന്റെ സാധനങ്ങൾ പെറുക്കാൻ തുടങ്ങി. ഒരു ചെറിയ ട്രോളി ബാഗ്. അതിലേക്ക് എന്തെടുത്തു വെക്കണം? ആദ്യം മടക്കി വെച്ചത് ഹരിക്ക് 6 മാസം പ്രായമുള്ളപ്പോൾ ഉടുപ്പിച്ച ഒരു കുഞ്ഞുടുപ്പാണ്. മഞ്ഞുനിറം മങ്ങി പലയിടത്തും നൂല് പോയിരിക്കുന്നു. എങ്കിലും അതിനിപ്പോഴും അവന്റെ കുട്ടിക്കാലത്തിന്റെ മണമുണ്ടെന്ന് അവർക്ക് തോന്നി. പിന്നെ ഭർത്താവിന്റെ ഒരു പഴയ ഷർട്ട്. ഗോപാലേട്ടന്റെ വിയർപ്പിന്റെ ഗന്ധം എന്നേ പോയിരിക്കുന്നു. എങ്കിലും അതൊരു ഓർമ്മയാണ്. കുറച്ച് സാരികൾ, ഭഗവത്ഗീത, ഹരിയുടെ 10ാം ക്ലാസ്സിലെ ഫോട്ടോ. ഓരോന്നും ബാഗിലേക്ക് വെക്കുമ്പോൾ ഒരു ജീവിതം മുഴുവൻ പെറുക്കി മാറ്റുന്നതുപോലെ അവർക്ക് തോന്നി. സീമ മുറിയിലേക്ക് വന്നു. അമ്മേ, കൂടുതൽ തുണിയൊന്നും എടുക്കണ്ട. അവിടെയെല്ലാം അലക്കാൻ മെഷീനുണ്ട്. പിന്നെ ഈ പഴയ സാധനങ്ങളൊന്നും കൊണ്ടുപോകണ്ട. അവിടെ പുതിയ റൂമല്ലേ, വൃത്തികേടാക്കരുത്. ലക്ഷ്മിയമ്മ ആ കുഞ്ഞുടുപ്പ് നെഞ്ചോട് ചേർത്തു. ഇത് ഞാൻ എടുത്തോട്ടെ മോളെ. സീമ അക്ഷമയോടെ തലയാട്ടി. എന്താണെന്ന് വെച്ച ചെയ്യ്. വേഗം റെഡിയാവ്. ഹരി ലേറ്റ് ചെയ്യുന്നു. കാർ നഗരം വിട്ട് തിരക്കൊഴിഞ്ഞ റോഡിലേക്ക് പ്രവേശിച്ചു. മുൻസീറ്റിൽ ഹരിയും സീമയും, പിൻസീറ്റിൽ ലക്ഷ്മിയമ്മയും ആ ചെറിയ ബാഗും. കാറിന്റെ ചില്ലിലൂടെ പുറത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ ലക്ഷ്മിയമ്മയുടെ മനസ്സും പുറകിലേക്കോടുകയായിരുന്നു. ഹരിയെ ആദ്യമായി സ്കൂളിൽ കൊണ്ടുവിട്ട ദിവസം, അവന്റെ കൈവിടാതെ കരഞ്ഞതും ടീച്ചർ വന്ന് സമാധാനിപ്പിച്ചതും. ഇന്ന് അതേ മകൻ തന്നെ മറ്റൊരിടത്ത് കൊണ്ടുവിടുന്നു. കരയാൻ പാടില്ലെന്ന് അവർ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു. അമ്മയ്ക്ക് വല്ലതും വേണോ? ഹരി ഗ്ലാസിലൂടെ പിന്നിലേക്ക് നോക്കി ചോദിച്ചു. വേണ്ട മോനെ. കരുണാസദൻ എന്ന ബോർഡ് ദൂരെ നിന്ന് കണ്ടപ്പോൾ ഹരിയുടെ കൈകൾ സ്റ്റിയറിംഗിൽ വിയർത്തു. മനോഹരമായൊരു കെട്ടിടം, പൂന്തോട്ടവും പുൽത്തകിടിയും. പക്ഷേ ആ ഭംഗിക്ക് ഒരു ശ്മശാന മൂകതയുണ്ടെന്ന് അവന് തോന്നി. കാർ പോർച്ചിൽ നിർത്തി. അവർ പുറത്തിറങ്ങി. മോൻ വിഷമിക്കണ്ട. അമ്മയ്ക്കിവിടെ സുഖമായിരിക്കും. ഇവിടെ നിറയെ ആൾക്കാരുണ്ടല്ലോ. അവരുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. പക്ഷെ അവർ ചിരിക്കാൻ ശ്രമിച്ചു. മോൻ പൊയ്ക്കോ. സീമ മോളെ ശ്രദ്ധിക്കണം. ഇനിയിപ്പോ കുഞ്ഞും വരാറായില്ലേ, നന്നായി നോക്കണം. ഹരിക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. അവൻ അമ്മയെ കെട്ടിപ്പിടിച്ചു. ആ നെഞ്ചിൽ മുഖമൊളിപ്പിച്ചു. ലക്ഷ്മി നാരായണൻ, ഒരു നേഴ്സിന്റെ വേഷം ധരിച്ച സ്ത്രീ അവരെ പേര് വിളിച്ചു. ഞാനാണ്. അവർ ആ സ്ത്രീയുടെ കൂടെ നടന്നു. ഗേറ്റ് കടന്ന് അകത്തേക്ക് പോകുമ്പോൾ അവർ ഒരു നിമിഷം തിരിഞ്ഞു നോക്കി. തന്റെ കാർ അതിവേഗം പുറത്തേക്ക് പോകുന്നത് നിറകണ്ണുകളോടെ അവർ കണ്ടു. ഹരി ആ കാർ കണ്ണാടിയിലൂടെ തിരിഞ്ഞു നോക്കിയില്ല. അവനതിന് ധൈര്യമുണ്ടായിരുന്നില്ല. കുറ്റബോധത്തിന്റെ ഭാരം അവന്റെ നെഞ്ചിൽ കനത്തു വീണു. കരുണാസദൻ പുറമേ കാണുന്ന ഭംഗി മാത്രമുള്ളൊരിടമായിരുന്നില്ല. വൃത്തിയും വെടിപ്പുമുള്ള മുറികൾ. പക്ഷേ എല്ലാ മുറികൾക്കും ഒരേ മണമായിരുന്നു. മരുന്നിന്റെയും ഡെറ്റോളിന്റെയും പിന്നെ ഏകാന്തതയുടെയും. ലക്ഷ്മി അമ്മയ്ക്ക് കിട്ടിയത് 2 പേർക്ക് താമസിക്കാവുന്ന മുറിയാണ്. മറ്റേ കട്ടിലിലുണ്ടായിരുന്നത് ഭാനുമതിയമ്മ. മക്കൾ അമേരിക്കയിൽ. വർഷത്തിലൊരിക്കൽ വരും. അവർ അധികം സംസാരിക്കാറില്ല. ജനലിലൂടെ ദൂരേക്ക് നോക്കിയിരിക്കും. ആദ്യത്തെ ദിവസം ലക്ഷ്മിയമ്മയ്ക്ക് ഭക്ഷണം തൊണ്ടയിൽ നിന്ന് ഇറങ്ങിയില്ല. സമയത്തിന് കിട്ടുന്ന ചായയും കാപ്പിയും, TV കാണാൻ പൊതുവായ ഹോൾ, വൈകുന്നേരം പ്രാർത്ഥന, എല്ലാം യാന്ത്രികമായി നടന്നു. രാത്രിയിൽ മുറിയിലെ ചെറിയ വെളിച്ചത്തിൽ അവർ ഹരിയുടെ ചെറുപ്പത്തിലെ ഫോട്ടോ എടുത്ത് നെഞ്ചോട് ചേർത്തു. മോനെ. ആ വിളി മുറിയിലെ നിശബ്ദതയിൽ അലിഞ്ഞുപോയി. ഓരോ ഫോൺ ബെല്ലടിക്കുമ്പോഴും അവർ ഞെട്ടിയുണർന്നു. ഓഫീസിലെ ലാൻഡ് ലൈനിലേക്കാണ് വിളികൾ വരുന്നത്. അത് ഹരിയായിരിക്കുമെന്ന് അവർ വെറുതെ മോഹിച്ചു. പുതിയ ആളാ അല്ലേ? ചായ കുടിക്കാനിരുന്നപ്പോൾ അരികിലൊരു കസേര വലിച്ചിട്ട് ഒരാളിരുന്നു. 60 കഴിഞ്ഞിട്ടുണ്ടാകും. മുടി നരച്ചെങ്കിലും കണ്ണുകളിലൊരു കുസൃതി ബാക്കിയുണ്ട്. ഞാൻ രാജൻ, റിട്ടയർഡ് ഹെഡ്മാസ്റ്ററാണ്. മക്കൾ എന്നെയും ഇവിടെ സേഫ് ആക്കിയിരിക്കുവാ. അയാൾ ചിരിച്ചു. ലക്ഷ്മിയമ്മ ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു. പേടിക്കണ്ട. ആദ്യത്തെ കുറച്ച് ദിവസം ഒരു പിടച്ചിലുണ്ടാകും. പിന്നെ ഇതാണ് നമ്മുടെ ലോകമെന്ന് നമ്മൾ നമ്മളെ തന്നെ പറഞ്ഞു പഠിപ്പിക്കും. രാജൻ ചായക്കപ്പ് ഉയർത്തി.
എന്താ വിശേഷം? മകൻ എന്തു ചെയ്യുന്നു? ലക്ഷ്മി അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. അവർ ഹരിയെക്കുറിച്ച് പറഞ്ഞു. മരുമകളെക്കുറിച്ചും ജനിക്കാൻ പോകുന്ന പേരക്കുഞ്ഞിനെക്കുറിച്ചും പറഞ്ഞു. രാജൻ എല്ലാം ക്ഷമയോടെ കേട്ടിരുന്നു. പേരക്കുഞ്ഞിനെ കാണാൻ വേണ്ടിയെങ്കിലും നമ്മൾ ജീവിച്ചിരിക്കണം ലക്ഷ്മി. ഈ ലോകത്ത് നമ്മളെക്കാൾ വലുതായി അവരെ സ്നേഹിക്കാൻ വേറെ ആരുണ്ട്? അവൻ വിളിക്കും, വരാതിരിക്കില്ല. ആ വാക്കുകൾ ലക്ഷ്മി അമ്മയ്ക്ക് ചെറിയൊരാശ്വാസം നൽകി. ഹാർമണി ഹൈറ്റ്സിൽ ജീവിതം സാധാരണഗതിയിലായി. സീമയ്ക്ക് വീട്ടുജോലികൾക്ക് സഹായത്തിനായി ഒരു സ്ത്രീയെ നിയമിച്ചു. ഹരി ഓഫീസിൽ പോയി തുടങ്ങി. അമ്മയില്ലാത്ത വീട് അവന് ആദ്യം ശൂന്യമായി തോന്നി. അമ്മയൊന്ന് വിളിച്ചാലോ സീമേ? അത്താഴം കഴിക്കുമ്പോൾ അവൻ ചോദിച്ചു. ഇന്നലെ വിളിച്ചതല്ലേ നമ്മൾ, അവിടെ അഡ്മിറ്റാക്കിയപ്പോൾ? എന്തിനാ ഹരി ഇങ്ങനെ വെറുതെ? അമ്മ അവിടെ സെറ്റിലാകട്ടെ. നമ്മളിങ്ങനെ വിളിച്ചോണ്ടിരുന്നാൽ അമ്മയ്ക്ക് ഇങ്ങോട്ട് വരാനുള്ള മോഹം കൂടും. അത് നല്ലതിനാവില്ല. ഡോക്ടറെ കാണിക്കാൻ സമയമായി. വണ്ടിയെടുക്ക്. സീമ എഴുന്നേറ്റു. ഹരിക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ല. അവൻ അമ്മയെ വിളിച്ചില്ല. പകരം അമ്മയുടെ പഴയ മുറി തുറന്നു നോക്കി. അവിടെ ഇപ്പോഴും അമ്മ ഉപയോഗിച്ചിരുന്ന കാച്ചിയ എണ്ണയുടെ മണം തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ വേഗം ആ മുറി പൂട്ടി. കുറ്റബോധം അവനെ വേട്ടയാടാതിരിക്കാൻ അവൻ തിരക്കുകളിൽ അഭയം തേടി. ദിവസങ്ങൾ ആഴ്ചകളായി ഹരിയുടെ എല്ലാ ശനിയാഴ്ചയും വരാം എന്ന വാക്ക് പാലിക്കപ്പെട്ടില്ല. ആദ്യത്തെ ആഴ്ച ഒരു പ്രൊജക്ട് ഡെഡ്ലൈൻ വന്നു. രണ്ടാമത്തെ ആഴ്ച സീമയ്ക്ക് ചെക്കപ്പ്. മൂന്നാമത്തെ ആഴ്ച അവർ വീക്കെൻഡ് ട്രിപ്പ് പോയി. ഓരോ ശനിയാഴ്ചയും കരുണാസദന്റെ ഗേറ്റിനരികിലെ കസേരയിൽ ലക്ഷ്മിയമ്മ ആരുടെയൊക്കെയോ മക്കൾ വരുന്നത് നോക്കിയിരുന്നു. ഹരിയുടെ കാർ ആ കൂട്ടത്തിലുണ്ടാകുമെന്ന് വെറുതെ കൊതിച്ചു. സന്ദർശന സമയം കഴിഞ്ഞ് ഗേറ്റ് അടയ്ക്കുമ്പോൾ അവരുടെ ഹൃദയവും അതോടൊപ്പം അടഞ്ഞു. അവൻ വരില്ല ലക്ഷ്മി. രാജനരികിൽ വന്നിരുന്നു. അവർക്ക് വരാൻ പറ്റില്ല. വന്നാൽ അവർ നമ്മളെ ഇവിടെ ആക്കിയത് തെറ്റായിപ്പോയെന്ന് അവർക്ക് തോന്നിയാലോ? ആ കുറ്റബോധം താങ്ങാൻ അവർക്ക് വയ്യ. അതുകൊണ്ട് അവർ വരില്ല. നമ്മൾ അങ്ങോട്ട് പോകേ വൈകുള്ളൂ. ലക്ഷ്മി അമ്മയ്ക്കത് മനസ്സിലായില്ല. അതൊരു ബുധനാഴ്ചയായിരുന്നു. ലക്ഷ്മി അമ്മയെ സദനത്തിലാക്കിയിട്ട് 1 മാസം കഴിഞ്ഞിരുന്നു. അന്നുച്ചയ്ക്ക് രാജനൊരു പത്രവുമായി അവരുടെ അടുത്തേക്ക് ഓടിവന്നു. ലക്ഷ്മി, ദാ ഇത് നോക്ക്. അതൊരു പ്രാദേശിക പത്രത്തിന്റെ പേജായിരുന്നു. അതിൽ നഗരത്തിലെ പ്രമുഖ ഗൈനക്കോളജിസ്റ്റായ ഡോക്ടർ പ്രിയയുടെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. കൃപ ഹോസ്പിറ്റലിലെ ഡോക്ടറാണ്. ഇതിപ്പോ എന്താ? ലക്ഷ്മിയമ്മ ചോദിച്ചു. അതല്ല, ദാ ഈ ഫോട്ടോ നോക്ക്. രാജൻ പത്രത്തിന്റെ മറ്റൊരു ഭാഗം ചൂണ്ടിക്കാണിച്ചു. ഹോസ്പിറ്റലിലെ പുതിയ വിങ്ങിന്റെ ഉദ്ഘാടന വാർത്തയായിരുന്നു അത്. ആൾക്കൂട്ടത്തിനിടയിൽ നിറവേഹുമായി നിൽക്കുന്ന സീമയുടെയും അവളെ താങ്ങിപ്പിടിച്ചിരിക്കുന്ന ഹരിയുടെയും ഒരു ചെറിയ ചിത്രം. ഇന്നലെയായിരുന്നു ഉദ്ഘാടനം. എന്റെ ഒരു പഴയ സ്റ്റുഡന്റ് അവിടെയാണ് നേഴ്സ്. ഞാൻ വെറുതെ വിളിച്ചപ്പോൾ പറഞ്ഞതാ സീമയെ ഇന്ന് അഡ്മിറ്റ് ചെയ്യുമെന്ന്. ലക്ഷ്മി അമ്മയുടെ കൈകൾ വിറച്ചു. ഇന്നോ? എന്റെ മോള് പ്രസവിക്കാൻ പോകുവാണോ? അതെ, ഒരുപക്ഷേ നാളെയോ മറ്റന്നാളോ. എന്തായാലും അവർ കൃപ ഹോസ്പിറ്റലിലുണ്ട്. ലക്ഷ്മി അമ്മയുടെ കണ്ണുകൾ തിളങ്ങി. പേരക്കുഞ്ഞ്, തന്റെ കുഞ്ഞ് വരാൻ പോകുന്നു. ഹരിയുടെ കുഞ്ഞ്. അവരറിയാതെ എഴുന്നേറ്റുപോയി. എനിക്കെന്റെ കുഞ്ഞിനെ കാണണം രാജൻ. പക്ഷെ എങ്ങനെ? അവർ നിങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോകില്ല. അവർ കൊണ്ടുപോണ്ട, ഞാൻ പോയിക്കോളാം. അവരുടെ ശബ്ദം ഉറച്ചതായിരുന്നു. എനിക്ക് ബസ് പിടിച്ചു പോകാനറിയാം. കൃപ ഹോസ്പിറ്റൽ എനിക്കറിയാം. അത് നടക്കില്ല. അവർ ഗേറ്റ് കടത്തിവിടില്ല, രാജൻ പറഞ്ഞു. അവർ മുൻവാതിലടച്ചാൽ നമുക്ക് പിൻവാതിൽ തുറക്കേണ്ടിവരും. ലക്ഷ്മി അമ്മ രാജനെ നോക്കി. ആ നോട്ടത്തിൽ ഒരു പുതിയ ധൈര്യമുണ്ടായിരുന്നു. അന്ന് വൈകുന്നേരം എല്ലാവരും TV ഹാളിൽ പ്രാർത്ഥനയ്ക്കായി കൂടിയപ്പോൾ കരുണാസദനത്തിന്റെ അടുക്കള ഭാഗത്തുള്ള ചെറിയ ഗേറ്റിലൂടെ ആരും കാണാതെ ഒരു സാരിത്തുമ്പുകൊണ്ട് വാപൊത്തി ലക്ഷ്മി അമ്മ പുറത്തേക്ക് നടന്നു. കയ്യിൽ പണമില്ല, വഴി കൃത്യമായി അറിയില്ല. പക്ഷേ മനസ്സിൽ ഒരൊറ്റ ലക്ഷ്യം മാത്രം: കൃപ ഹോസ്പിറ്റൽ. തന്റെ പേരക്കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കാൻ, അവനെ ഒന്ന് കാണാൻ. കരുണാസദനം നഗരത്തിന്റെ ഒരറ്റത്താണ്. കൃപ ഹോസ്പിറ്റൽ നഗരത്തിന്റെ ഹൃദയത്തിലും. കയ്യിൽ 1 രൂപ പോലുമില്ലാതെയാണ് ലക്ഷ്മിയമ്മ ഇറങ്ങിത്തിരിച്ചത്. അവർ മെയിൻ റോഡ് വരെ നടന്നു. ഓരോ വാഹനവും അവരെ കടന്നുപോകുമ്പോൾ ഉള്ളിലെത്തി ആളിക്കത്തി. ഒരു പ്രൈവറ്റ് ബസ് വന്നു നിന്നപ്പോൾ അവർ അതിലേക്ക് കയറി. ടിക്കറ്റ്? കണ്ടക്ടർ ചോദിച്ചു. ലക്ഷ്മിയമ്മ അയാളുടെ മുഖത്തേക്ക് ദയനീയമായി നോക്കി. മോനെ, എന്റെ കയ്യിൽ പൈസയില്ല. എന്റെ മോളെ ഹോസ്പിറ്റലിൽ പ്രസവത്തിന് കയറ്റിയേക്കുക. എന്നെ ആ കൃപ ഹോസ്പിറ്റലിന്റെ അടുത്തൊന്ന്. ചില യാത്രക്കാർ അവരെ അവിശ്വാസത്തോടെ നോക്കി. കണ്ടക്ടർക്ക് ദേഷ്യം വന്നു. പൈസയില്ലാതെ എന്തിനാ ബസ്സിൽ കയറിയത്? ഇറങ്ങിത്തല്ലേ. പ്ലീസ് മോനെ. അവരുടെ കണ്ണുകൾ നിറഞ്ഞു. ദേ, ഒച്ച വെപ്പിക്കാതെ ഇറങ്ങിപ്പോ, അയാൾ അലറി. അപ്പോഴാണ് പിറകിലെ സീറ്റിൽ നിന്ന് ഒരു പെൺകുട്ടി എഴുന്നേറ്റത്. ചേട്ടാ, നിർത്ത്, ഞാൻ എടുത്തോളാം ടിക്കറ്റ്. അവൾ പണം നീട്ടി. എവിടെയാ അമ്മയ്ക്ക് പോകേണ്ടത്? കൃപ ഹോസ്പിറ്റൽ. അമ്മ അവിടെ ഇരിക്ക്. ആ പെൺകുട്ടി അവരെ അരികിലിരുത്തി. ലക്ഷ്മി അമ്മയ്ക്ക് നന്ദി പറയാൻ വാക്കുകൾ കിട്ടിയില്ല. ഹോസ്പിറ്റലിന്റെ മുന്നിൽ ഇറങ്ങുമ്പോൾ ആ വലിയ കെട്ടിടം കണ്ട് അവർ ഒരു നിമിഷം പകച്ചുനിന്നു. സമയം സന്ധ്യ മയങ്ങിയിരുന്നു.
അകത്ത് റിസപ്ഷനിൽ വലിയ തിരക്കായിരുന്നു. എനിക്ക് എന്റെ കുഞ്ഞിനെ ഹരിനാരായണൻ, സീമഹരി, ഡെലിവറി, അവർ വിക്കി പറഞ്ഞു. റിസപ്ഷനിസ്റ്റ് കമ്പ്യൂട്ടറിൽ നോക്കി. റൂം നമ്പർ 204, 2-ാം നില. പക്ഷെ ഇപ്പോൾ വിസിറ്റിംഗ് ടൈം. അവൾ പറഞ്ഞു തീരും മുമ്പേ ലക്ഷ്മിയമ്മ ലിഫ്റ്റിന് നേരെ ഓടിയിരുന്നു. ഹരി ലേബർ റൂമിന് പുറത്തുള്ള വരാന്തയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു. സീമ അകത്തേക്ക് പോയിട്ട് മണിക്കൂറുകളായി. അവന്റെ ഉള്ളിൽ പേടിയും ആകാംക്ഷയും നിറഞ്ഞു നിന്നു. അപ്പോഴാണ് ഹരിയുടെ ഫോൺ ബെല്ലടിച്ചത്. ഹോസ്പിറ്റലിലെ റിസപ്ഷനിൽ നിന്നായിരുന്നു. ഹലോ, എന്താ? എനിക്ക് തിരക്കുണ്ട്. ഹരി അക്ഷമനായി. സർ, ഇവിടെ നിങ്ങളുടെ അമ്മ വന്നിട്ടുണ്ട്. ലക്ഷ്മിയമ്മ. റൂം നമ്പർ 204 പോകണമെന്ന് പറഞ്ഞ്. അമ്മയോ? ഇവിടെയോ? എങ്ങനെ? അവരിവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ കാണുന്നില്ല. മുകളിലേക്ക് പോയെന്ന് തോന്നുന്നു. ഹരി ഫോൺ കട്ട് ചെയ്തു. അവന്റെ നെഞ്ചിൽ ഭയവും ദേഷ്യവും ഒരുമിച്ച് തിളച്ചുമറിഞ്ഞു. അമ്മ ഇവിടെ ഈ സമയത്ത്? സീമ അറിഞ്ഞാൽ? എവിടെ പോയിവർ? ഹരി ലിഫ്റ്റിന് നേരെ ഓടാൻ തുടങ്ങിയതും വരാന്തയുടെ അറ്റത്ത് 204-ാം നമ്പർ മുറിയുടെ വാതിൽ തുറക്കാൻ ശ്രമിക്കുന്ന ലക്ഷ്മിയമ്മയെ അവൻ കണ്ടു. അമ്മേ! ഹരിയുടെ അലർച്ച കേട്ട് ലക്ഷ്മിയമ്മ തിരിഞ്ഞുനോക്കി. അവന്റെ മുഖം കണ്ട് അവർ ഭയന്നു. മോനെ! അവർ അവന്റെ അടുത്തേക്ക് ഓടിവന്നു. കുഞ്ഞെവിടെ? ഷീമമോൾ! എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഹരിയുടെ ശബ്ദം ദേഷ്യത്താൽ വിറച്ചു. ആരോട് ചോദിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നത്? നാണക്കേട്! നിങ്ങൾ എന്തെങ്ങനെ എല്ലാവരുടെയും മുന്നിൽ എനിക്ക് മാണക്കേടുണ്ടാക്കുന്നത്? മോനെ, എന്റെ പേരക്കുഞ്ഞിനെ കാണാൻ. അവരുടെ കണ്ണുകൾ നിറഞ്ഞു. പേരക്കുഞ്ഞ്? അതിനിവിടെ ആരും മരിച്ചുപോയിട്ടില്ല. എന്തിനാ ഈ കോലത്തിൽ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? അവിടുത്തെ മാനേജർ എന്നെ വിളിച്ചിരുന്നു, അമ്മയെ കാണാനില്ലെന്ന് പറഞ്ഞ്. ഞാൻ എന്ത് സമാധാനമാ പറയേണ്ടത്? ലക്ഷ്മിയമ്മ തകർന്നുപോയി. ഞാനൊരു ഭാരമാണെന്നറിയാം. എന്നാലും എന്റെ കുഞ്ഞിന്റെ കരച്ചിലൊന്ന് കേൾക്കാൻ. അപ്പോഴാണ് ലേബർ റൂമിന്റെ വാതിൽ തുറന്ന ഒരു നഴ്സ് പുറത്തേക്ക് വന്നത്. ഹരിയുടെയും ലക്ഷ്മിയമ്മയുടെയും ശ്വാസം ഒരുപോലെ നിലച്ചു. നഴ്സ് ഒന്നും മിണ്ടാതെ അകത്തേക്ക് തിരികെ പോയി. ഹരി, എന്താ അവർ ഒന്നും പറയാത്തത്? ലക്ഷ്മിയമ്മ അവന്റെ കയ്യിൽ പിടിച്ചു. ഹരി ദേഷ്യത്തോടെ ആ കൈ തട്ടിമാറ്റി. മിണ്ടാതിരിക്കമ്മേ, വെറുതെ ബേളം വെക്കാതെ. അതേ നിമിഷം അകത്തുനിന്ന ഒരു കുഞ്ഞിന്റെ നേർത്ത കരച്ചിലുയർന്നു. കുഞ്ഞ്! ലക്ഷ്മിയമ്മയുടെ മുഖം സന്തോഷം കൊണ്ട് വിടർന്നു. അവരറിയാതെ കൈകൂപ്പി. എന്റെ ഉണ്ണി! അപ്പോഴേക്കും വാതിൽ തുറന്ന് സീമയെ വീൽചെയറിൽ പുറത്തേക്ക് കൊണ്ടുവന്നു. അവർ ക്ഷീണിച്ചിരുന്നു. പക്ഷെ അവളുടെ കണ്ണുകൾ ലക്ഷ്മിയമ്മയെ കണ്ടതും തീക്കനൽ പോലെ ജ്വലിച്ചു. ഇവളെ ആരെ ഇങ്ങോട്ട് കയറ്റിയത്? സീമയുടെ ക്ഷീണിതമെങ്കിലും ഉറച്ച ശബ്ദം ആ വരാന്തയിൽ മുഴങ്ങി. ഹരി, ഞാൻ പറഞ്ഞതല്ലേ ഈ ഭ്രാന്തിനെ ഇങ്ങോട്ട് കൊണ്ടുവരരുതെന്ന്. സീമേ, പ്ലീസ്. അമ്മ! അമ്മയോ? ഏതമ്മ? എന്നെയും എന്റെ കുഞ്ഞിനെയും കൊല്ലാൻ വന്നതാണോ? ഇറക്കിവിടകരെ! സീമ അലറി. നഴ്സുമാരും മറ്റു രോഗികളുടെ ബന്ധുക്കളും അവരെ ശ്രദ്ധിക്കാൻ തുടങ്ങിയിരുന്നു. ഹരിക്ക് അപമാനം കൊണ്ട് തല കുനിക്കാനേ കഴിഞ്ഞിട്ടുള്ളൂ. ഇറങ്ങിപ്പോകാൻ! സീമ വീണ്ടും അലറി. ഒരു നഴ്സ് വേഗം ഓടി വന്നു. മാഡം, പ്ലീസ്, ബഹളം വെക്കരുത്. ഇത് ഹോസ്പിറ്റലാണ്. പിന്നെ ഞാൻ എന്തു വേണം? ഇതിനേക്ക് എന്റെ റൂമിന്റെ മുന്നിൽ നിർത്തിയിട്ട്? സീമേ ഹരിയുടെ നേരെ കണ്ണുരുട്ടി. ഹരിക്ക് ഭൂമി പിളർന്ന് താഴേക്ക് പോയാൽ മതിയെന്ന് തോന്നി. അവൻ അമ്മയുടെ നേരെ തിരിഞ്ഞു. അമ്മ പോ, ഇവിടുന്ന് പോ, പ്ലീസ്, എന്നെ കൂടുതൽ നാണം കെടുത്തരുത്. അവൻ പല്ലിറുമി. ലക്ഷ്മി അമ്മയുടെ കണ്ണുനീർ വറ്റിപ്പോയിരുന്നു. അവർ ഒന്നും മിണ്ടിയില്ല. അവർ സീമയെ നോക്കി. പിന്നെ വീൽചെയറിന് പിന്നാലെ നേഴ്സ് തള്ളിക്കൊണ്ടുപോയ കുഞ്ഞിന്റെ നേർത്ത പുതപ്പിലേക്ക് നോക്കി. മോനെ, ഞാൻ പോയിക്കോളാം. പക്ഷേ എന്റെ കുഞ്ഞിനെ ഒരൊറ്റ തവണ. ഇല്ല. സീമയുടെ ശബ്ദം വീണ്ടും ഉയർന്നു. എന്റെ കുഞ്ഞിനെ തൊടാൻ ഞാൻ സമ്മതിക്കില്ല. ഈ അശുദ്ധം പിടിച്ച കൈ ഇറങ്ങ്. ഹരി അമ്മയുടെ കൈയിൽ പിടിച്ചു വലിച്ചു. പോകാൻ! അവരെ ഇടനാഴിയിലേക്ക് തള്ളിമാറ്റിയിട്ട് ഹരി റൂം നമ്പർ 204 കയറി ആതിലടച്ചു. ലക്ഷ്മി അമ്മ ആ അടഞ്ഞ വാതിലിനു മുന്നിൽ തറയിൽ തളർന്നിരുന്നു. അകത്ത് കുഞ്ഞിന്റെ നേർത്ത കരച്ചിൽ, പുറത്ത് ഒരമ്മയുടെ നിശബ്ദമായ നിലവിളി. അവർ ആ ഇടനാഴിയിലെ തണുത്ത സ്റ്റീൽ കസേരയിൽ ചാരിയിരുന്നു, പോകാൻ ഒരിടവുമില്ലാതെ. അന്ന് രാത്രി മുഴുവൻ ലക്ഷ്മി അമ്മ ആ ഇടനാഴിയിൽ കഴിച്ചുകൂട്ടി. അകത്തുനിന്ന് കുഞ്ഞു കരയുമ്പോഴെല്ലാം അവർ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. ഹരി പലതവണ മരുന്നും മറ്റും വാങ്ങാൻ പുറത്തേക്ക് വന്നപ്പോഴും അമ്മയെ കാണാത്ത ഭാവത്തിൽ അവൻ വേഗം നടന്നുപോയി. രാവിലെ ഡോക്ടർ റൗണ്ട്സിന് വന്നു. സീമ, ബേബി ഈസ് പെർഫെക്റ്റ്ലി ഫൈൻ. നല്ല ആരോഗ്യവാനായ ആൺകുട്ടി. ഡോക്ടർ പ്രിയ ചിരിച്ചു. ഹരിയുടെ മുഖം വിടർന്നു. സീമയുടെ ക്ഷീണത്തിലും ഒരു പുഞ്ചിരി മിന്നി. പുറത്തുനിന്ന് ഇതെല്ലാം കേൾക്കുകയായിരുന്നു ലക്ഷ്മിയമ്മ. ആൺകുട്ടി ഹരിയെപ്പോലെ ഇരിക്കുമോ? അവർക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ഡോക്ടർ പുറത്തിറങ്ങിയതും ലക്ഷ്മിയമ്മ അവരുടെ കാലിലേക്ക് വീണു. ഡോക്ടറെ, എന്റെ കുഞ്ഞാണത്. എന്റെ മോന്റെ കുഞ്ഞ്. എനിക്കവനെ കാണണം. ഒരൊറ്റ തവണ. ഡോക്ടർ പ്രിയ ലെട്ടിപ്പോയി. അവർ ഹരിയെ പുറത്തേക്ക് വിളിച്ചു. ഹരി, ഇതാരാണ്? നിങ്ങളുടെ അമ്മയാണോ? എന്താ ഇത്? അവർ രാത്രി മുഴുവൻ ഇവിടെ ഉണ്ടായിരുന്നു.
ഹരിയുടെ മുഖം വിളറി. അത് അമ്മ, ഞങ്ങൾ തമ്മിൽ ചെറിയൊരു... എന്തു പ്രശ്നമായാലും ഒരമ്മൂമ്മയ്ക്ക് അവരുടെ പേരക്കുഞ്ഞിനെ കാണാൻ അവകാശമുണ്ട്. അതും ഇങ്ങനെയൊരവസ്ഥയിൽ എനിക്കിത് കണ്ടു നിൽക്കാൻ പറ്റില്ല, ഡോക്ടർ കർശനമായി പറഞ്ഞു. ഒന്നുകിൽ നിങ്ങൾ ഇവരെ കൂട്ടിക്കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഞാൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റിനെ അറിയിക്കും. അകത്തുനിന്ന് ഇതെല്ലാം കേൾക്കുകയായിരുന്നു സീമ. അവൾക്ക് ദേഷ്യമിറച്ചു കയറി. ഹരി അമ്മയുടെ അടുത്തേക്ക് വന്നു. അവൻ ദേഷ്യം നിയന്ത്രിക്കാൻ പാടുപെട്ടു. അമ്മയ്ക്കെന്താ വേണ്ടത്? കുഞ്ഞിനെ കാണണം മോനെ. കണ്ടിട്ട് എങ്ങോട്ട് പോവാനാ? വീണ്ടും ആ വൃദ്ധസദനത്തിലേക്കോ അതോ വഴിയിലേക്കോ? അകത്തുനിന്ന് സീമ വിളിച്ചു. ഹരി, ഡോക്ടറോട് പറ, 2 ദിവസം അത്രേ പറ്റൂ. ഡിസ്ചാർജ് ആവുന്ന അന്ന് ഇവർ തിരിച്ചു പോയിക്കൊള്ളണം. എന്റെ കുഞ്ഞിനെ തൊടരുത്. ദൂരെ നിന്ന് കണ്ടിട്ട് പോയിക്കൊള്ളണം. ലക്ഷ്മി അമ്മയുടെ കണ്ണുകൾ വിടർന്നു. സമ്മതമാണ് മോളെ, ഞാൻ തൊടില്ല. ദൂരെ നിന്ന് കണ്ടോളാം. 2 ദിവസം? അതൊരു ഭിക്ഷയായിരുന്നു. മകന്റെയും മരുമകളുടെയും കാൽക്കൽ നിന്ന് ഒരമ്മ യാചിച്ചു വാങ്ങിയ 2 ദിവസത്തെ സ്വർഗം. ലക്ഷ്മി അമ്മയെ റൂമിൽ കയറ്റാൻ ഹരിയും സീമയും സമ്മതിച്ചില്ല. അവർക്ക് കുഞ്ഞിന് ഇൻഫെക്ഷൻ ആകുമെന്ന് ഭയമായിരുന്നു. കുഞ്ഞിനെ നഴ്സ് തൊട്ടിലിൽ കിടത്തി റൂമിന്റെ ഗ്ലാസ് ഡോറിനരികിൽ കൊണ്ടുവന്ന് കാണിച്ചു. ചില്ലിനപ്പുറം ചുവന്ന തുണിയിൽ പൊതിഞ്ഞ ആ കുഞ്ഞുമുഖം, ഹരിയുടെ കുട്ടിക്കാലം പോലെ. ലക്ഷ്മി അമ്മയുടെ കണ്ണുനീർ ആ ഗ്ലാസിൽ വീണു ചിതറി. എന്റെ ഉണ്ണിക്കുട്ടാ. അവർ ആ ചില്ലിൽ മുഖം ചേർത്തമർത്തി. ആദ്യത്തെ ദിവസം അങ്ങനെ കടന്നുപോയി. ഇടനാഴിയിലെ കസേരയിലിരുന്ന് ആ ഗ്ലാസ് ഡോറിലൂടെ കുഞ്ഞിനെ നോക്കി അവർ സമയം കളഞ്ഞു. സീമയുടെ ബന്ധുക്കളെന്നു പറഞ്ഞ പലരും വന്ന് കുഞ്ഞിനെ കണ്ടു, പണം കൊടുത്തു, മടങ്ങി. ലക്ഷ്മിയമ്മ മാത്രം ഒരു ഭിക്ഷക്കാരിയെപ്പോലെ പുറത്തുനിന്നു. അന്ന് രാത്രി നഴ്സ് കുഞ്ഞിനെ വാക്സിനേഷനായി കൊണ്ടുപോയപ്പോൾ റൂമിൽ സീമയും ഹരിയും തനിച്ചായി. അമ്മ വല്ലതും കഴിച്ചോ ആവോ? ഹരി പതിയെ ചോദിച്ചു. ഓ, തുടങ്ങി. ആ തള്ളയ്ക്ക് ഇവിടെ കാറ്ററിംഗ് സർവീസ് കൂടി ഏർപ്പാടാക്ക്. മനുഷ്യൻ ഇവിടെ വേദന തിന്നു കിടക്കുമ്പോ. സീമ മുഖം തിരിച്ചു. 2-ാം ദിവസം ഡിസ്ചാർജ് ആകാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. ലക്ഷ്മി അമ്മയ്ക്ക് മനസ്സിലായി, ഇനി മണിക്കൂറുകൾ മാത്രം. അവർ ഹരിയോട് പറഞ്ഞു, മോനെ, അമ്മയ്ക്ക് കുഞ്ഞിനെ ഒന്ന് കയ്യിൽ തരുമോ? ഒരൊറ്റ നിമിഷം. തുടരുന്നു പറഞ്ഞതല്ലേ? സീമ അകത്തുനിന്ന് അലറി. പ്ലീസ് മോളെ, ഞാൻ കൈ കഴുകി, ദാ സോപ്പിട്ട് കഴുകി, പ്ലീസ്. ഹരിയുടെ മനസ്സലിഞ്ഞു. അവൻ നഴ്സിന്റെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങി. വേഗം വേണം, സീമ കാണണ്ട. അവൻ വാതിൽ തുറന്ന് കുഞ്ഞിനെ ലക്ഷ്മി അമ്മയുടെ നീട്ടിയ കൈകളിലേക്ക് വെച്ചുകൊടുത്തു. വർഷങ്ങൾക്കു ശേഷം ഹരിയെ ആദ്യമായി കൈകളിൽ വാങ്ങിയ ആ നിമിഷം ലക്ഷ്മി അമ്മ വീണ്ടും ഓർത്തു. കുഞ്ഞിന്റെ മണം, പാലിന്റെയും സ്വർഗത്തിന്റെയും മണം. അവർ ആ കുഞ്ഞിക്കവിളിൽ ഉമ്മ വെച്ചു. എന്റെ പൊന്നുമോൻ അമ്മൂമ്മയുടെ കൂടെ വരണോ? അവർ വെറുതെ ചോദിച്ചു. അപ്പോഴാണ് ആ ചിന്ത അവരുടെ മനസ്സിൽ ഒരു മിന്നൽ പോലെ പാഞ്ഞത്. ഒരു പദ്ധതി. തന്റെ മകനെയും മരുമകളെയും ഒരു പാഠം പഠിപ്പിക്കാൻ, ഒരമ്മയുടെ സ്നേഹത്തിന്റെ വില എന്താണെന്ന് അവരെ അറിയിക്കാൻ. ഒരു ഭ്രാന്തൻ പദ്ധതി. അവരുടെ കൈകൾ വിറച്ചു, പക്ഷേ മനസ്സുറച്ചിരുന്നു. ഹരി, കുഞ്ഞിനെ എങ്ങോട്ടതാ? അകത്തുനിന്ന് സീമയുടെ അലർച്ച കേട്ടതും ഹരി ഞെട്ടി. അവൻ അമ്മയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ തിരികെ വാങ്ങി. അമ്മേ, മതി, ഇനി പോകാൻ സമയമായി. ഞാൻ കാർ വിളിക്കാം. അമ്മയെ കരുണയിൽ തിരികെ കൊണ്ടാക്കണം. അവൻ അമ്മയുടെ മുഖത്ത് നോക്കാതെ പറഞ്ഞു. മോനെ, പ്ലീസ് അമ്മേ, ഇനി ഇവിടെ നിൽക്കരുത്. എനിക്ക് വയ്യ എല്ലാവരുടെയും മുന്നിൽ നാണം കെടാൻ. ഡിസ്ചാർജ് പേപ്പർ റെഡിയായി. ഞങ്ങൾ വീട്ടിൽ പോകാൻ തയ്യാറെടുക്കുക. ലക്ഷ്മി അമ്മയുടെ മുഖം ഭാവരഹിതമായി. അവർ അവനെ തന്നെ നോക്കി നിന്നു. ശരി മോനെ, ഞാൻ പൊയ്ക്കോളാം. പക്ഷേ അവസാനമായി ഒരു കാര്യം. അവർ ഹരിയുടെ കൈകളിൽ പിടിച്ചു. അമ്മയ്ക്ക് കുഞ്ഞിനെ ഒന്ന് തനിച്ചു കാണണം. 5 നിമിഷം, ആരും കാണാതെ. എന്റെ അവസാനത്തെ ആഗ്രഹമാണ്. പ്ലീസ്. ഹരിക്ക് ദേഷ്യം വന്നെങ്കിലും അമ്മയുടെ ദയനീയമായ മുഖം കണ്ടപ്പോൾ അവനും വേണ്ട എന്ന് പറയാൻ കഴിഞ്ഞില്ല. 5 നിമിഷം, അത്രമാത്രം. ആരും കാണരുത്. ഞാൻ സീമയെ ബില്ലിംഗ് സെക്ഷനിലേക്ക് കൊണ്ടുപോകാം. ആ സമയം നഴ്സ് കുഞ്ഞിനെ കൊണ്ടുവരും. ആരും അറിയരുത്. അവൻ മുന്നറിയിപ്പ് നൽകി. ലക്ഷ്മി അമ്മ തലയാട്ടി. അവരുടെ ഹൃദയം പടപടായിടിച്ചു. ഹരിയും സീമയും ബില്ലിംഗ് കൗണ്ടറിലേക്ക് പോയ തക്കം നഴ്സ് കുഞ്ഞിനെ റൂം 204-ൽ തൊട്ടിലിൽ കിടത്തിയിട്ട് പുറത്തേക്ക് പോയി. ലക്ഷ്മിയമ്മ വേഗം റൂമിലേക്ക് കയറി. ആരും കാണുന്നില്ലെന്നുറപ്പുവരുത്തി കുഞ്ഞ് സുഖമായി ഉറങ്ങുകയാണ്. അവർ കുഞ്ഞിനെ വാരിയെടുത്തു. ആ നെഞ്ചോട് ചേർത്തു. എന്റെ പൊന്നേ. പിന്നീടെല്ലാം പെട്ടെന്നായി. ഹരിയും സീമയും ബില്ലിങ്ങും കഴിഞ്ഞ് റൂമിലേക്ക് തിരിച്ചു വന്നു. എവിടെ കുഞ്ഞ്? സീമ തൊട്ടിലിലേക്ക് നോക്കി.
അത് ശൂന്യമായിരുന്നു. നഴ്സ് കൊണ്ടുപോയി കാണും, ഹരി നിസ്സാരമായി പറഞ്ഞു. ഇല്ല, അവരിപ്പോൾ വന്നിട്ടില്ല. സീമയുടെ മുഖം വെളുക്കാൻ തുടങ്ങി. ഹരി, കുഞ്ഞ്, എന്റെ കുഞ്ഞ്. അവരുടെ അലർച്ച ആ ഹോസ്പിറ്റൽ ഇടനാഴിയിൽ മുഴങ്ങി. ഹരി ഞെട്ടിപ്പോയി. അവൻ നഴ്സിംഗ് സ്റ്റേഷനിലേക്ക് ഓടി. സിസ്റ്റർ, കുഞ്ഞ് റൂമിലുണ്ടല്ലോ സർ. ഇല്ല. എല്ലാവരും റൂമിലേക്ക് ഓടി. ശൂന്യമായ തൊട്ടിൽ. എന്റെ കുഞ്ഞിനെ ആരോ കൊണ്ടുപോയി. സീമ ഒരു ഭ്രാന്തിയെപ്പോലെ അലറി വിളിച്ചു. ആ തറള, ആ പിശാശ്, അവരാ കൊണ്ടുപോയത്. ഹരി, അവരെ പിടിക്ക്. ഹോസ്പിറ്റൽ സെക്യൂരിറ്റി ഓടിക്കൂടി. മാനേജ്മെന്റ് വിവരമറിഞ്ഞു. ഉടനെ തന്നെ പോലീസിനെ വിളിച്ചു. CCTV നോക്ക്, എല്ലാ ഡോറും അടയ്ക്ക്. ആരോ അലറി. സീമ തറയിലിരുന്ന് നെഞ്ചത്തടിച്ച് കരയാൻ തുടങ്ങി. എന്റെ കുഞ്ഞ്, എനിക്ക് വേണം. ഹരി, എനിക്കെന്റെ കുഞ്ഞിനെ കിട്ടിയില്ലെങ്കിൽ ഞാൻ ചത്തുപോകും. ഹരി എന്തു ചെയ്യണമെന്നറിയാതെ സ്തംഭിച്ചു നിന്നു. അമ്മ, സ്വന്തം അമ്മ, തന്റെ കുഞ്ഞിനെ. അവനത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഹോസ്പിറ്റൽ മുഴുവൻ ഇളകിമറിഞ്ഞു. പോലീസ് എത്തി. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. ഒരു സ്ത്രീ കുഞ്ഞിനെയും കൊണ്ട് സ്റ്റെയർകേസ് ഇറങ്ങുന്നത് കണ്ടു. പക്ഷെ അവർ പുറത്തുപോയിട്ടില്ല. അവർ ഈ ബിൽഡിംഗിൽ തന്നെയുണ്ട്. ഒരു പോലീസുകാരൻ പറഞ്ഞു. എല്ലാ മുറികളിലും പരിശോധന തുടങ്ങി. സീമയുടെ കരച്ചിൽ അപ്പോഴേക്കും നേർത്തു തുടങ്ങിയിരുന്നു. അവൾ തളർന്ന് നിലത്ത് കിടക്കുകയായിരുന്നു. അപ്പോഴാണ് ഹൗസ് കീപ്പിംഗ് റൂമിൽ നിന്ന് ഒരു നേർത്ത ശബ്ദം പോലീസ് കേട്ടത്. അതൊരു താരാട്ടായിരുന്നു. ആരാരിരാനോ, എന്റെ ഉണ്ണി, നീയുറങ്ങ്. പോലീസ് വാതിൽ തള്ളി തുറന്നു. അവിടെ നിലത്ത് പഴയ തുണികൾക്കിടയിൽ ലക്ഷ്മി അമ്മ ഇരിക്കുന്നു. മടിയിൽ സുഖമായി ഉറങ്ങുന്ന പേരക്കുഞ്ഞ്. അമ്മേ! ഹരി അലറിക്കൊണ്ട് അകത്തേട്ട് പാഞ്ഞു കയറി. പോലീസുകാർ അവരെ വലഞ്ഞു. സീമ ആ കാഴ്ച കണ്ടതും ഒരു ഹോളിയെപ്പോലെ പാഞ്ഞുവന്ന് കുഞ്ഞിനെ തട്ടിപ്പറിക്കാൻ നോക്കി. എന്റെ കുഞ്ഞിനെ താ, ഡൈനി. ലക്ഷ്മിയമ്മ കുഞ്ഞിനെ മുറുകെ പിടിച്ചു. അവർ എഴുന്നേറ്റ് നിന്നു. അവരുടെ മുഖം ശാന്തമായിരുന്നു. പക്ഷെ ആ കണ്ണുകൾ കത്തുന്നുണ്ടായിരുന്നു. തൊട്ടുപോകരുത്, അവർ അലറി. ഇതെന്റെ കുഞ്ഞാണ്, എന്റെ മോന്റെ ചോര, എന്റെ ചോര. നിങ്ങൾ എന്തിനാ ഇത് ചെയ്തത്? ഹരി കരഞ്ഞുകൊണ്ട് ചോദിച്ചു. എന്തിനാ ഞങ്ങളെങ്ങനെ നാണം കെടുത്തിയത്? അപ്പോൾ അവിടെ കൂടി നിൽക്കുന്ന പോലീസുകാരുടെയും നഴ്സുമാരുടെയും മുന്നിൽ വെച്ച് ലക്ഷ്മി അമ്മ സംസാരിക്കാൻ തുടങ്ങി. ആ ശബ്ദം ഒരു അശരീരി പോലെ ആ മുറിയിൽ മുഴങ്ങി. നാണക്കേടോ? നിനക്ക് നാണക്കേട് തോന്നിയോ ഹരി? അവർ സീമയുടെ നേരെ തിരിഞ്ഞു. മോളെ, നീ 10 മാസം ചുമന്നില്ലേ? അതിന്റെ വേദന നിനക്കറിയാം. പക്ഷെ ആ കുഞ്ഞിനെ ഒരു അമ്മയിൽ നിന്ന് അകറ്റുന്നത് അതിനേക്കാൾ വലിയ വേദനയാണെന്ന് നീ അറിയണം. അത് മഹാപാപമാണ്. ഞാനും ഒരമ്മയാണ്. അവർ ഹരിയെ നോക്കി. എന്നെ നീ വൃദ്ധസദനത്തിൽ കൊണ്ടിട്ടപ്പോൾ എനിക്ക് വേദനിച്ചു. പക്ഷെ എന്റെ പേരക്കുഞ്ഞിനെ ഒന്ന് തൊടാൻ സമ്മതിക്കാതെ എന്നെ ഭിക്ഷക്കാരിയെപ്പോലെ ഈ ഇടനാഴിയിൽ നിർത്തിയല്ലോ. അവിടെയാണ് നീ തോറ്റത്. ഞാൻ പ്രസവിച്ച മകൻ മരിച്ചത് അപ്പോഴാണ്. നിങ്ങൾക്ക് കാശ് തരാം, നിങ്ങൾക്കിനി സുഖമായി ജീവിക്കാം. പക്ഷേ ഒരമ്മയ്ക്ക് തന്റെ കുഞ്ഞിനെ കാണാനില്ല എന്നറിയുമ്പോഴുള്ള ആ പിടച്ചിലുണ്ടല്ലോ, അത് കാശു കൊടുത്താൽ കിട്ടില്ല. അതൊന്ന് നീ അറിയണമായിരുന്നു മോളെ. ഈ 1 മണിക്കൂർ നീ അനുഭവിച്ച വേദന, അതാണ് ഞാൻ കഴിഞ്ഞ 1 മാസമായി എല്ലാ ദിവസവും അനുഭവിച്ചത്. ഇനിയെങ്കിലും ഒരമ്മയുടെയും നെഞ്ചു നീറരുത്. അവർ കുഞ്ഞിനെ സാവധാനം സീമയുടെ കൈകളിൽ വെച്ചുകൊടുത്തു. ദാ, നിന്റെ കുഞ്ഞ്. ഞാൻ ഒളിച്ചുവെച്ച എന്റെ കരച്ചിൽ. സീമയുടെ കൈകൾ വിറച്ചു. അവൾ കുഞ്ഞിനെ വാങ്ങി നെഞ്ചോട് ചേർത്തു. ഹരിയുടെയും സീമയുടെയും തല താഴ്ന്നുപോയിരുന്നു. കൂടി നിൽക്കുന്നവരുടെ എല്ലാം കണ്ണുകൾ നിറഞ്ഞു. ഹൗസ് കീപ്പിംഗ് റൂമിലെ നിശബ്ദത ഭേദിച്ചത് ഹരിയുടെ തേങ്ങലാണ്. അവൻ അമ്മയുടെ കാൽക്കലേക്ക് വീണു. അമ്മേ, എന്നോട് ക്ഷമിക്ക്. അവനൊരു കുട്ടിയെപ്പോലെ ആ കാല് പിടിച്ച് കരഞ്ഞു. ലക്ഷ്മി അമ്മയുടെ കണ്ണുകളിൽ നിന്ന് വീണ്ടും കണ്ണുനീരൊഴുകി. അവർ അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. സാരമില്ല മോനെ, കരയണ്ട. കഴിഞ്ഞത് കഴിഞ്ഞു. പോലീസുകാർ എന്തു ചെയ്യണമെന്നറിയാതെ നിന്നു. സീനിയർ ഓഫീസർ പറഞ്ഞു, ഇതൊരു കുടുംബ പ്രശ്നമാണ്. പരാതിയില്ലെങ്കിൽ ഞങ്ങൾക്ക് പോകാം. സീമ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് ലക്ഷ്മി അമ്മയെ നോക്കി. അവളുടെ കണ്ണുകളിൽ ദേഷ്യമില്ലായിരുന്നു, അപമാനവും കുറ്റബോധവും കലർന്ന ഒരു നോട്ടം. പരാതിയില്ല, അവൾ പതിയെ പറഞ്ഞു. പോലീസ് പിൻവാറി. ഹോസ്പിറ്റൽ അധികൃതർ വേഗം ഡിസ്ചാർജ് നടപടികൾ പൂർത്തിയാക്കി. അരമണിക്കൂറിനുള്ളിൽ അവർ 4 പേരും കാറിലായിരുന്നു. ഹരിയാണ് ഡ്രൈവ് ചെയ്തത്. മുൻ സീറ്റിൽ സീമ കുഞ്ഞിനെ നെഞ്ചോടി ചേർത്തിരുന്നു. പിൻസീറ്റിൽ ലക്ഷ്മിയമ്മ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. ഹാർമണി ഹൈറ്റ്സിലേക്കുള്ള യാത്ര നിശബ്ദമായിരുന്നു. ആരുമൊന്നും സംസാരിച്ചില്ല. കാറിനുള്ളിലെ എസിയുടെ തണുപ്പിനേക്കാൾ വലിയൊരു മരവിപ്പ് അവർക്കിടയിൽ തങ്ങി നിന്നു. കുഞ്ഞിന്റെ നേർത്ത ശ്വാസോച്ഛ്വാസം മാത്രം ആ നിശബ്ദതയെ മുറിച്ചു. ഫ്ളാറ്റിന്റെ പാർക്കിങ്ങിൽ കാറ് നിർത്തിയപ്പോൾ ഹരി സ്റ്റിയറിംഗിൽ തല ചായ്ച്ചിരുന്നു. സീമ അനങ്ങിയില്ല. ആദ്യമായി കാറിൽ നിന്നിറങ്ങിയത് ലക്ഷ്മിയമ്മയായിരുന്നു. അവർ ഡോറ് തുറന്ന് ഇറങ്ങി നിന്നു. മോനെ, വാതിൽ തുറക്ക്. കുഞ്ഞിന് കാറ്റുകൊള്ളണ്ട.
അവർ ഒരു സാധാരണ വീട്ടമ്മയെപ്പോലെ ശാന്തമായി പറഞ്ഞു. ഫ്ളാറ്റിനുള്ളിൽ ലക്ഷ്മി അമ്മയുടെ പഴയ മുറി അടഞ്ഞു കിടക്കുകയായിരുന്നു. ഹരി വേഗം ചെന്ന് ആ മുറി തുറന്നു. അമ്മ ഇവിടെ. സീമ കുഞ്ഞിനെ ബെഡ്റൂമിലെ തൊട്ടിലിൽ കിടത്തി. അവൾ തളർന്നിരുന്നു. അവൾ ഹരിയോടോ ലക്ഷ്മി അമ്മയോടോ ഒന്നും സംസാരിച്ചില്ല. ആദ്യത്തെ ദിവസം ഭാരമേറിയതായിരുന്നു. കുറ്റബോധം കൊണ്ട് ഹരി നീറി. എന്ത് തുടങ്ങണം, എങ്ങനെ സംസാരിക്കണമെന്നറിയാതെ അവൾ അമ്മയുടെയും ഹരിയുടെയും ഇടയിൽപ്പെട്ടു. സീമയുടെ മൗനം ഒരു വാളിനേക്കാൾ മൂർച്ചയുള്ളതായിരുന്നു. അവൾ ലക്ഷ്മിയമ്മയുടെ മുഖത്ത് നോക്കിയതേയില്ല. ലക്ഷ്മിയമ്മയാകട്ടെ ഒന്നും സംഭവിക്കാത്തതുപോലെ അടുക്കളയിൽ കയറി ഹരിക്കും സീമയ്ക്കും വേണ്ടി കഞ്ഞിയുണ്ടാക്കി. മോളെ, ഇത് കുടിക്ക്, ക്ഷീണം മാറും. സീമ അത് വാങ്ങി. പക്ഷെ നന്ദി പറഞ്ഞില്ല. ദിവസങ്ങൾ ഇഴഞ്ഞു നീങ്ങി. ഹരി ഓഫീസിൽ പോകാൻ തുടങ്ങി. സീമയും ലക്ഷ്മിയമ്മയും കുഞ്ഞും മാത്രം ഫ്ളാറ്റിൽ. സീമ കുഞ്ഞിന്റെ കാര്യങ്ങൾ നോക്കി മുറിയിൽ ഒതുങ്ങിക്കൂടി. ലക്ഷ്മിയമ്മ വീട്ടുജോലികൾ ചെയ്തു. ഇരുവരും തമ്മിൽ അത്യാവശ്യത്തിന് മാത്രം, അതും കുഞ്ഞിനെക്കുറിച്ച് മാത്രം സംസാരിച്ചു. കുഞ്ഞ് കരയുന്നു. പാല് കൊടുത്തു. ഡയപ്ര മാറ്റണം. അവരുടെ സംഭാഷണങ്ങൾ അതിലൊതുങ്ങി. അതൊരു അർദ്ധരാത്രിയായിരുന്നു. കുഞ്ഞ് നിർത്താതെ കരയാൻ തുടങ്ങി. സീമ അവനെ എടുത്തു മുറിയിലൂടെ നടന്നു. പാല് കൊടുത്തു. പക്ഷെ കരച്ചിൽ നിന്നില്ല. ഹരി ഉറക്കച്ചടവോടെ എഴുന്നേറ്റ് കുഞ്ഞിനെ വാങ്ങി. എന്താടൂ, എന്താ എന്റെ വാവയ്ക്ക്? കരച്ചിൽ ഉച്ചത്തിലായി. ശബ്ദം കുറയ്ക്ക് ഹരി, അടുത്ത ഫ്ളാറ്റുകാർ കേൾക്കും. സീമയ്ക്ക് ദേഷ്യം വന്നു തുടങ്ങി. അവൾ ക്ഷീണിച്ച് കട്ടിലിലേക്കിരുന്നു. എനിക്കിനി വയ്യ. അപ്പോഴാണ് മുറിവാതിക്കലൊരു നിഴൽ അനങ്ങിയത്. ലക്ഷ്മിയമ്മ. ഞാനൊന്ന് എടുത്തോട്ടെ മോളെ, അവർ ഭയത്തോടെ ചോദിച്ചു. സീമ ഒന്നും മിണ്ടിയില്ല. ഹരി കുഞ്ഞിനെ അമ്മയുടെ കൈകളിലേക്ക് കൊടുത്തു. ലക്ഷ്മിയമ്മ ആ കുഞ്ഞുടലിനെ നെഞ്ചോട് ചേർത്തു. അവർ ആ താരാട്ട് മൂളാൻ തുടങ്ങി. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഹരിയെ ഉറക്കാൻ പാടിയ അതേ താരാട്ട്. ഓമന തിങ്കൾക്കിടാവോ, നല്ല ഗോമളത്താമരപ്പൂവോ. ഒരു മന്ത്രവാദത്തിലെന്ന പോലെ കുഞ്ഞിന്റെ കരച്ചിൽ നേർത്തു. അവന്റെ കുഞ്ഞിക്കണ്ണുകൾ അടഞ്ഞു. അവൻ ലക്ഷ്മിയമ്മയുടെ നെഞ്ചിലെ ചൂടിൽ സുഖമായി ഉറങ്ങി. ഹരി അത്ഭുതത്തോടെ നോക്കി നിന്നു. സീമ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു. അവൾ ആ കാഴ്ച നോക്കി നിന്നു. തന്റെ മകൻ മറ്റൊരാളുടെ നെഞ്ചിൽ ശാന്തമായി ഉറങ്ങുന്നു. ലക്ഷ്മിയമ്മ കുഞ്ഞിനെ തിരികെ തൊട്ടിലിൽ കിടത്തി. അവർ മുറിവിടാൻ തിരിഞ്ഞപ്പോൾ സീമയുടെ നേർത്ത ശബ്ദം, അമ്മേ. ലക്ഷ്മിയമ്മ നിന്നു. സീമയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അവൾക്ക് വാക്കുകൾ കിട്ടിയില്ല. പക്ഷേ ആ നോട്ടത്തിൽ എല്ലാമുണ്ടായിരുന്നു. ക്ഷമാപണം, തിരിച്ചറിവ്. പിറ്റേന്ന് ഞായറാഴ്ചയായിരുന്നു. ഹരി ഓഫീസിൽ പോയില്ല. രാവിലെ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ സീമയോട് പറഞ്ഞു, നമുക്ക് കരുണ വരെ പോകണം. അമ്മയുടെ ബാഗ് അവിടെയാണ്. സീമ മറുപടി പറഞ്ഞു, ഞാനും വരുന്നു. ലക്ഷ്മിയമ്മയെ കുഞ്ഞിന്റെ കൂടെ ഫ്ളാറ്റിൽ നിർത്തി അവരിരുവരും കരുണാസദനത്തിലേക്ക് യാത്ര തിരിച്ചു. അവിടെ ലക്ഷ്മിയമ്മയുടെ മുറി ഒഴിഞ്ഞു കിടന്നിരുന്നു. ഹരി ആ ചെറിയ ട്രോളി ബാഗ് എടുത്തു. അതിൽ നിന്ന് ഹരിയുടെ കുട്ടിക്കാലത്തെ കുഞ്ഞുടുപ്പ് താഴെ വീണു. സീമ അതെടുത്ത് പൊടിതട്ടി ബാഗിൽ തിരികെ വെച്ചു. പുറത്തിറങ്ങുമ്പോൾ അവർ ഗേറ്റിനരികിൽ രാജനെ കണ്ടു. അയാൾ ആരെയും പ്രതീക്ഷിക്കാത്ത ആ ഗേറ്റിലേക്ക് നോക്കിയിരിക്കുകയായിരുന്നു. ലക്ഷ്മി, അവർ വന്നോ? രാജൻ പ്രതീക്ഷയോടെ ചോദിച്ചു. അമ്മ ഹോസ്പിറ്റലുണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങളുടെ കൂടെയുണ്ട്, ഹരി പറഞ്ഞു. രാജന്റെ മുഖം വിടർന്നു. നന്നായി, അവർ ഭാഗ്യം ചെയ്തവളാ. തിരികെ കാറിൽ കയറുമ്പോൾ സീമ പറഞ്ഞു, എല്ലാ ശനിയാഴ്ചയും നമുക്കിവിടെ വരണം ഹരി. ഈ അച്ഛന് കഴിക്കാൻ എന്തെങ്കിലും കൊണ്ടുകൊടുക്കണം. ഹരി സീമയുടെ കൈകളിൽ മുറുകെ പിടിച്ചു. അതായിരുന്നു അവരുടെ പ്രായശ്ചിത്തത്തിന്റെ തുടക്കം. ഒരു വർഷം പെട്ടെന്ന് കടന്നുപോയി. ഹാർമണി ഹൈറ്റ്സിലെ 14B ഫ്ളാറ്റ് അന്ന് അതിഥികളെ കൊണ്ട് നിറഞ്ഞിരുന്നു. കുഞ്ഞിന്റെ, അഥവാ ആകാശിന്റെ 1ാം പിറന്നാളായിരുന്നു. മുറിയുടെ നടുവിൽ ലക്ഷ്മിയമ്മയുടെ മടിയിലിരുന്നാണ് ആകാശ് കേക്ക് മുറിച്ചത്. ഹാപ്പി ബർത്ത്ഡേ മോനോ. ഹരിയും സീമയും അവനെ ഉമ്മകൾ കൊണ്ട് മൂടി. ആദ്യം അമ്മുമ്മയ്ക്ക്. സീമ കേക്കിന്റെ ആദ്യത്തെ കഷ്ണം ലക്ഷ്മിയമ്മയുടെ വായിൽ വെച്ചുകൊടുത്തു. ലക്ഷ്മിയമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. ബാൽക്കണിയിൽ അതിഥികൾക്കിടയിൽ നിന്ന് ഹരി അമ്മയെ നോക്കി. സീമയുടെ തോളിൽ കൈയിട്ട് ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന അമ്മ. ആ മുഖത്തിപ്പോൾ സങ്കടത്തിന്റെ നിഴലില്ല. ഒളിച്ചുവെച്ച കരച്ചിലുകളെല്ലാം അലിഞ്ഞുപോയിരിക്കുന്നു. അമ്മേ. ആകാശ് കുഞ്ഞിക്കൈകൾ നീട്ടി അമ്മൂമ്മയെ വിളിച്ചു. ലക്ഷ്മിയമ്മ അവനെ വാരിയെടുത്ത് നെഞ്ചോട് ചേർത്തു. എന്റെ പൊന്ന്. അവരുടെ ചിരി ആ ഫ്ളാറ്റ് നിറഞ്ഞു. വേരുകൾ അറുത്തുമാറ്റപ്പെട്ടിടത്ത് പുതിയ തളിരികൾ വന്നിരിക്കുന്നു. ഓർമ്മകളിനി വേട്ടയാടാൻ വരില്ല. കാരണം സ്നേഹം കൊണ്ട് അവർ ആ മുറിവുകളെല്ലാം ഉണക്കിയിരുന്നു.